യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ധ്യാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുള്ളതായ നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. ആദ്യത്തെ 3 സർവായുധ വർഗങ്ങൾ നമ്മൾ ധരിക്കേണ്ടതായ 3 കാര്യങ്ങളെയാണല്ലോ സൂചിപ്പിക്കുന്നത്. എന്നാൽ അടുത്തതായിട്ടുള്ള 3 സർവായുധ വർഗങ്ങൾ നമ്മൾ എടുക്കേണ്ടതായ ആയുധങ്ങളാണ്. ആ എടുക്കേണ്ട ആയുധങ്ങളിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് വിശ്വാസം എന്ന പരിചയെക്കുറിച്ചാണ്. ഒരു റോമൻ പടയാളിക്ക് അവന്റെ യുദ്ധത്തിൽ ഒരിക്കലും ഈ പരിച ഒഴിവാക്കാൻ കഴിയുന്നതായ ഒരു കാര്യമല്ല. ഒരുപക്ഷെ വാള് ഒഴിവാക്കിയാലും തന്റെ ശിരസ്ത്രം ഒഴിവാക്കിയാലും വരുന്നതായ ആയുധങ്ങളെ മുഴുവനും തടുക്കുവാൻ കഴിയുന്ന വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള സുരക്ഷ നൽകുന്നതായ ഒരു ആയുധമാണ് ഈ പരിച എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ പരിച കൊണ്ടുള്ള ഉപയോഗങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഈ പരിചയുടെ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ അതേ വേദഭാഗം തന്നെ വായിച്ചാണ് വചനം ധ്യാനിക്കുന്നത്. അതിനെ നമുക്ക് എഫീസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പി. വിശ്വാസം എന്ന പരിച നമ്മുടെ ജീവിതത്തിൽ ആത്മീക പോരാട്ടം ഒരിക്കലും ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയും കർത്താവ് യേശുക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കൽ കൂടെയൊക്കെ നമുക്ക് വ്യക്തമായും മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആത്മീക പോരാട്ടം എന്ന് പറയുമ്പോൾ പിശാച് നമുക്കെതിരെ അവന്റെ പദ്ധതികളുമായി കടന്നു വരുന്നതാണ്. ആളുകൾ പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ പിശാച് പോരാടുന്നു, പിശാച് അവരോട് യുദ്ധം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ ഭൗതിക മണ്ഡലത്തിലോ ശാരീരികമായ മേഖലയിലോ ഏതെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണ്. എന്നാൽ അത് മാത്രമല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്നതായ ആ രീതിയിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുവാനാണ് പിശാച് വളരെയേറെ പരിശ്രമിക്കുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പിശാചിന്റെ കുടുക്കിലും അവന്റെ കെണിയിലും പ്രലോഭനങ്ങളിലും പെട്ട് ഉഴലുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനായിട്ടുള്ള ചില വേദചിന്തകളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ എപ്പോഴും ഈ ജഡത്തിന്റെ അഭിലാഷങ്ങളിൽ ആണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായ വേദഭാഗം കർത്താവ് യേശുക്രിസ്തുവിനെ പിശാച് കടന്നു വന്ന് പ്രലോഭിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വേദഭാഗമാണ്. ആ വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കർത്താവിനെ, ദൈവമായ കർത്താവിനെ, യേശുവിനെ പിശാച് പരീക്ഷിച്ചത് എന്നുള്ളതാണ്. വാസ്തവത്തിൽ യേശുവിനെ ഒരു രോഗം അയച്ച് കഷ്ടപ്പെടുത്തുകയല്ല, യേശുവിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി യേശുക്രിസ്തുവിനെ വലക്കിയല്ല പിശാച് ചെയ്യുന്നത്. മറിച്ച് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദൗത്യത്തിൽ നിന്നും പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിൽ നിന്നും യേശുവിനെ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ഒരു വിശ്വാസിയുടെ അടുക്കലേക്ക് പിശാച് വരുന്നത് പോലെയല്ല പിശാച് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. കാരണം യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ തനിക്ക് ഏറ്റവും വലിയ ആയുധങ്ങൾ ആവശ്യമാണെന്ന് പിശാചിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിനുണ്ടായ ആ പ്രലോഭനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നും നമുക്ക് ഉത്തമമായ ബോധ്യം വരും. പലപ്പോഴും നമ്മൾ പിശാചിന്റെ ആക്രമണങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക മണ്ഡലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പിശാചിന്റെ ആക്രമണം എന്നാണ് നമ്മൾ ധരിക്കുന്നത്. എന്നാൽ ഇതൊന്നുമില്ലെങ്കിലും കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വലിയ ഒരു ആയുധവുമായി കടന്നു എന്ന ഈ പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണുവാൻ സാധിക്കും. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിനുണ്ടായ പ്രലോഭനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു മരുഭൂമിയിൽ ഉപവസിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയപ്പോൾ പിശാച് അവനെ 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതും നമുക്ക് വേദോസ്തവത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ മരുഭൂമിയിലെ ഉപവാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ പിശാച് കടന്നു വന്ന് യേശുക്രിസ്തുവിനെ പ്രലോഭിപ്പിക്കുന്നതായ പ്രലോഭനങ്ങളാണ്
നമുക്ക് ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ കാണുവാൻ കഴിയുന്നത്. ആ പ്രലോഭനങ്ങളിൽ എപ്രകാരമാണ് യേശുക്രിസ്തുവിനെ പ്രലോഭിപ്പിച്ചതെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒന്നാമത്തെ പരീക്ഷയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിന് നന്നായി വിശക്കുന്നതായ സന്ദർഭം. 40 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. എന്റെയൊക്കെ അനുഭവത്തിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഉപവാസം തീരുന്നതായ ആ ദിവസം അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം ഉണ്ടാകുന്ന ക്ഷീണവും വിശപ്പും ദാഹവും എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് യേശുക്രിസ്തു നമ്മെപ്പോലെ തന്നെ ഈ ജഡത്തിലായിരുന്നല്ലോ. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പിശാച് കടന്നു വരുമ്പോൾ പിശാച് അവനോട് പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, യേശുവിന്റെ ഇഷ്ടം. ഏതൊരു മനുഷ്യനാണെങ്കിലും ആഹാരത്തോട് ഒരു ഇഷ്ടമില്ലേ? പ്രത്യേകിച്ച് വിശക്കുമ്പോൾ നമുക്കറിയാം, രുചിയൊന്നും നമ്മൾ നോക്കില്ല. കിട്ടുന്നത് കഴിക്കുവാൻ നമ്മൾ തയ്യാറാകും. നമുക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണം പോലും നല്ല വിശപ്പുള്ളപ്പോൾ നമ്മൾ അറിയാതെ കഴിച്ചു പോകും. എന്ത് കിട്ടിയാലും കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇരിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് പിശാച് വന്ന് പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കാം. നോക്കണേ, പിശാച് എന്താണ് വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തുവിന് ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുവാൻ കഴിയുമെന്ന് പിശാച് വിശ്വസിക്കുന്നു. പലപ്പോഴും ഈ പിശാചിന്റെ അത്ര വിശ്വാസം പോലും നമുക്ക് ഇല്ലാത്തതായ സന്ദർഭമുണ്ട് എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. യേശു ക്രിസ്തുവിനോട് പിശാച് പറയുന്നു, ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുക, നിനക്ക് നല്ല വിശപ്പുണ്ടല്ലോ. യേശു ക്രിസ്തുവിന് അതിന് കഴിയും. പക്ഷേ യേശു ക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് പിതാവായ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാനാണ്. യേശു ക്രിസ്തുവിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതല്ലോ എന്റെ ആഹാരം എന്ന് വളരെ വ്യക്തമായി പറയുന്നു. നോക്കണേ, അങ്ങനെയാണെങ്കിൽ അവിടെ പിശാച് ശ്രമിക്കുന്നത് യേശുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഈ ജഡത്തിലെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനാണ് പിശാച് പലപ്പോഴും യേശുവിനെ പ്രലോഭിപ്പിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പിശാചിന്റെ ആ ഉപദേശത്തിന് നമ്മൾ വഴങ്ങിയേനെ. നമ്മൾ ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുവാൻ ശ്രമിച്ചേനെ. പക്ഷെ യേശു അത് ചെയ്തില്ല. യേശു തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് യേശു പ്രകാരം പറഞ്ഞു, സാത്താനെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നോക്കണേ, എനിക്ക് ജീവിക്കുവാൻ ഈ അപ്പം മാത്രമല്ല വേണ്ടത്, എനിക്ക് ജീവിക്കുവാൻ ദൈവത്തിന്റെ വചനത്താൽ സാധ്യമാണ്. ദൈവത്തിന്റെ വചനത്താൽ ഞാൻ ഉപജീവിക്കും എന്നുള്ള ആ വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് കർത്താവ് യേശു ക്രിസ്തു പിശാചിനെ നോക്കി പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു പിതാവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തു. ഒരിക്കലും പിശാച് പറയുന്നത് പോലല്ല യേശു ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ, നമ്മുടെ മുമ്പിൽ ഒരു അവസരമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആ ഹിതം മറന്ന്, ദൈവത്തിന്റെ ഇഷ്ടം മറന്ന് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും. ഇങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനുള്ള ഒരു അമ്പാണ് ഇവിടെ പിശാച് യേശുവിന്റെ നേർക്ക് എയ്യുന്നത്. യേശു എന്താണ് ചെയ്തത്? യേശു ക്രിസ്തു ദൈവവചനത്തിൽ, പിതാവായി ദൈവത്തിൽ അവനുള്ള വിശ്വാസത്തിന്റെ പരിചയാൽ അവൻ അതിനെ നേരിടുവാനിടയായി തീർന്നു. നോക്കണേ, അവിടെ ദൈവവചനത്തിന് യേശു പ്രാധാന്യം കൊടുക്കുന്നു. യേശു അവിടെ തന്റെ പിതാവായ ദൈവത്തിന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പിശാചിന്റെ ആ അമ്പിനെ യേശു നേരിട്ടു. തന്റെ ഹൃദയത്തിലോ തന്റെ മനസ്സിലോ അത് തറഞ്ഞു പോകാതെ, താൻ തകർന്നു പോകാതെ യേശു ആ വിശ്വാസം എന്ന പരിചയാൽ, ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലുമുള്ള ആ വിശ്വാസം എന്ന പരിചയാൽ യേശു ആ പരീക്ഷയെ നേരിട്ടു. രണ്ടാമത്തെ പരീക്ഷ നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുവിനെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ പിശാച് കാണിച്ചു കൊടുത്തു. നീ എന്നെ വണങ്ങുക, വണങ്ങുമെങ്കിൽ ഇത് മുഴുവനും നിന്റേതാകും. നോക്കണേ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പദ്ധതി. പക്ഷേ പിശാച് എന്താണ് പറയുന്നത്? നോക്കണേ, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ ഈ ലോകത്തിലെ രാജ്യങ്ങൾ മുഴുവനും അതിന്റെ ആധിപത്യവും ഭരണവും എല്ലാം നിനക്ക് തരാം. അതിനർത്ഥം എന്താ? നീ ദൈവരാജ്യം സ്ഥാപിക്കണ്ട, നീ ഈ ഐഹിക ലോകരാജ്യം സ്ഥാപിക്ക. ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ ഐഹിക രാജ്യം സ്ഥാപിക്കുവാൻ
നിനക്ക് പെട്ടെന്ന് സാധിക്കും. ഇന്നു തന്നെ ഈ സെക്കൻഡിൽ നീ ശ്രമിച്ചാൽ നിനക്ക് ഐഹിക ലോകരാജ്യം സ്ഥാപിക്കാം. ലോകത്തിന്റെ മുഴുവനും ഭരണാധികാരിയായി നിനക്ക് ഇരിക്കുവാൻ സാധിക്കും. നോക്കണേ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളിൽ പോലും യേശുവിനെ രാജാവാക്കുവാൻ പുരുഷാരം ആഗ്രഹിച്ച് വന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പിശാച് ഈ അമ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യേശുക്രിസ്തുവിനെ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ള ആ ദൗത്യത്തിൽ നിന്ന് മാറ്റി ഐഹിക ലോകരാജ്യം എന്നുള്ള ആ വിഷയത്തിലേക്ക് മാറ്റുകയാണ്. ഇന്നും നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യം എന്നുള്ള വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഈ ലോകത്തിന്റെ പൊളിറ്റിക്സിന്, രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ അത് സാത്താനികമാണ് എന്ന് തിരിച്ചറിയാനുള്ള ആത്മീയ വിവേകം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നിർഭാഗ്യവശാൽ പറയട്ടെ, ഇന്ന് അനേക ക്രൈസ്തവരും ദൈവരാജ്യം എന്നുള്ള വിഷയത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഈ ലോക രാജ്യങ്ങളെ നന്നാക്കാനും ഈ ലോക രാജ്യങ്ങളുടെ ഭരണക്രമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാനും രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ ശ്രമിക്കുന്നു. ഈ ലോകത്തിലെ ഈ രാഷ്ട്രീയ കാര്യം മാത്രമല്ല, ഇന്ന് സഭകളിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയം പോലും പിശാചിനതാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും ഈ ഒരു ചിന്തകളിലൂടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ നേരെ പിശാച് എയ്യുന്നതായ ഒരു വലിയ ആയുധമാണ് ഈ ലോക രാജ്യം എന്നുള്ള ആ വിഷയത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, ആ ഒരു സങ്കല്പം. അതിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയണം. യേശുക്രിസ്തു എങ്ങനെയാണ് അതിനെ നേരിട്ടത്? യേശുക്രിസ്തു സാത്താനോട് നീ എന്നെ വിട്ടുപോകുവാൻ അവൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്ന് മാത്രമല്ല, നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ എന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ള ആ വിശ്വാസത്തിന്റെ പരിച യേശു സാത്താനെ അഭിമുഖമായി പിടിച്ചപ്പോൾ പിശാചിന് ഒരു വിജയവും എടുക്കുവാൻ സാധിച്ചില്ല. പിശാച് സ്വപ്നം കണ്ടത് യേശു തന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ഈ ലോകത്തിന്റെ ആധിപത്യം നേടുന്നതായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൽ നിന്നും പിശാച് കണ്ടത് ഈ വചനത്തിന്റെ പരിച പിടിച്ച് യേശു അതിനെ നേരിടുന്നതാണ്. മൂന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ദേവാലയ ഗോപുരത്തിന്റെ അറ്റത്തോട് നിർത്തിയിട്ട് നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെ കാക്കുവാൻ, ദൈവവചനത്തിൽ നിന്നും ഒരു ഉദ്ധരണി എടുത്തുകൊണ്ട് പറയുകയാണ്, നിന്നെ കാക്കുവാൻ തന്റെ ദൂതന്മാരോട് അവൻ കൽപ്പിക്കും എന്ന് എഴുതിയതായ വചനം ഓർപ്പിച്ചുകൊണ്ട് ഈ പിശാച് പറയുന്നു, ചാടുക, നീ താഴോട്ട് ചാടുക. വാസ്തവത്തിൽ ദൈവത്തെ പരീക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ ദൈവം എന്നോടുകൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുവാൻ, ഒരു പ്രവൃത്തി ചെയ്യുവാൻ യേശുക്രിസ്തുവിനെ ഈ പിശാച് പ്രലോഭിപ്പിക്കുന്നു. ഈ പരീക്ഷകളിൽ ഒന്നും തന്നെ നമുക്ക് ദൃശ്യമായിട്ട് പിശാചിനെ കാണുവാൻ കഴിയില്ല. കാരണം പിശാചും ആത്മാവ് തന്നെയാണ്. അവന്റെ ആയുധങ്ങൾ ഇപ്രകാരമുള്ള ആയുധങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ദൈവവചനത്തെ മറുതലിക്കുവാനും ദൈവത്തെ പരീക്ഷിക്കുവാനും ഈ ലോക രാജ്യങ്ങളെ, ഈ ലോകത്തിലുള്ള മഹത്വങ്ങളെ നേടുവാനും, അതേപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാനുമുള്ള പ്രലോഭനങ്ങൾ പിശാച് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ആയുധങ്ങളെ യേശുക്രിസ്തു ചെയ്തതുപോലെ തന്റെ പിതാവിലുള്ള, തന്റെ ദൈവത്തിലുള്ള വിശ്വാസം, അവന്റെ വചനത്തിലുള്ള വിശ്വാസത്താൽ അതിനെ നമുക്ക് നേരിടുവാൻ കഴിയും എന്നുള്ള വലിയ പാഠമാണ് നമുക്ക് ഈ ചിന്തകളിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പിശാച് നിങ്ങളോട് പോരാടുന്നത് നിങ്ങളുടെ ശരീരത്തിൽ രോഗമായിട്ടോ, അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഏൽപ്പിച്ചുകൊണ്ടോ മാത്രമല്ല, മറിച്ച് നമ്മളുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിക്കുന്നതായ അമ്പുകളും പിശാച് നമ്മുടെ നേരെ അയക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ നേർക്ക് അയച്ചതുപോലെ. പക്ഷെ യേശു നമുക്ക് മാതൃകയാണ്. അവൻ തന്റെ പിതാവായ ദൈവത്തിലുള്ള വിശ്വാസത്താലും അവന്റെ വചനത്തിലുള്ള വിശ്വാസത്താലും അതിനെ നേരിട്ടതുപോലെ നമുക്കും നേരിടുവാൻ സാധിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. എങ്ങനെ ഞങ്ങൾക്ക് പിശാചിന്റെ അമ്പുകളെ നേരിടുവാൻ കഴിയുമെന്നുള്ള വളരെ വ്യക്തമായൊരു സന്ദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൽ കടന്നു വരുന്നതായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെ നടുവിൽ ധൈര്യത്തോടെ നിന്ന് പരീക്ഷകളെയും പ്രലോഭനങ്ങളെ നേരിടുവാൻ യേശുക്രിസ്തു കാണിച്ച അതേ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് കാണിപ്പാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചന ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് bless you all.